ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്നാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മുറ്റം അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, സിമി നിൻ്റെ ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്സൊക്കെ ഒന്ന് ഇടണേന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണേ. വേറൊന്നുമല്ല, അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഈർക്കിലി ചൂലെടുക്കുക. ആ ചൂല് എത്രത്തോളം ചെറുതാക്കാവുന്നോ അത്രത്തോളം ചെറുതാക്കാം കേട്ടോ. എന്നിട്ട് കുഞ്ഞിന്ന് മുറ്റടിക്കാം. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും ഇതെന്തോ കോമഡി കളിയാക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണല്ലോ നടുവേദന, അതുപോലെ ജോയിൻറ്റ് വേദന. അതിനൊക്കെ വളരെ അത്യുത്തമമാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞിരുന്ന് മുറ്റടിക്കുന്നത്. ഒരു 10-15 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എണീറ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നടുവേദനയും ജോയിൻറ്റ് വേദനയൊക്കെ മാറും. 100% ഉറപ്പാട്ടോ. അങ്ങനെ എൻ്റെ മുറ്റടി കഴിഞ്ഞതേ ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ട എൻ്റെ റോസാ ചെടിയിൽ പൂവിട്ടിട്ടാണ്. അങ്ങനെ കുറേ പൂവിട്ടിട്ടുണ്ട്, 3 പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ പൂവ് എൻ്റെ ഓരോ സന്തോഷമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ റോസാ ചെടികൾ മാത്രമല്ല കേട്ടോ, വേറെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വയ്ക്കണ ഒരു ഹോബി ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതേ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നൂഡിൽസാണ്, വെജ് നൂഡിൽസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും രാവിലെ തന്നെ നൂഡിൽസ് എങ്ങനെയാണ് കഴിക്കണേന്ന്. പക്ഷേ ഞാൻ ഇത് ആട്ട ഉപയോഗിച്ചിട്ടുള്ള നൂഡിൽസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. പിന്നെ ഞാൻ ഫിഷ് കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പൂച്ച ഓടി വന്നേ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഫിഷൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിനൊന്ന് സമാധാനിപ്പിച്ച് അങ്ങോട്ട് ഇരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൽ ഞാനൊരു ഫുഡ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഫുഡിലേക്കായിട്ട് ഞാൻ മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. വേറൊന്നുമല്ല, നമ്മൾ ഒരു എയർ ഫ്രൈനറാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ നമ്മൾ ചിക്കനിലേക്ക് വെച്ചിട്ട് അതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓണത്തിന് മേടിച്ചൊരു പ്രോഡക്റ്റ് ആയിരുന്നു, ഒരു അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ മേടിച്ച് വെച്ച് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഈ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു നേരം ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓയിലൊഴിച്ച് അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ഓയിലൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് ഇതിൽ കുക്ക് ചെയ്തപ്പോൾ എനിക്ക് അത്രയായിട്ട് ടേസ്റ്റ് എനിക്ക് പിടിച്ചില്ല. ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തായിരുന്നെങ്കിൽ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്ത് നോൺ വെജൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യണ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് പുറത്ത് നിന്നത് ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ. ചിക്കൻ അതിലേക്ക് വയ്ക്കുന്നു, പിന്നെ അത് കുക്കാവുന്നത് നമുക്ക് പുറത്തിരുന്ന് ഇങ്ങനെ കണ്ട് ഇരിക്കാം. അതേ അപ്പുറത്ത് 2 എണ്ണം നോക്കിയിരുന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കാണാം. നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുക്കാവണ ടൈം എപ്പോഴാണ് കുക്കായി കഴിയുന്നത് അതൊക്കെ നമുക്ക് ഇങ്ങനെ ടൈം നോക്കി ഇങ്ങനെ ഇരുന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ ചിക്കൻ മാത്രമല്ല, ഫിഷ്, കേക്ക്, പബ്സ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഇതിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഓയിൽ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള പ്രശ്നമായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രോഡക്റ്റ് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇല്ലാത്തവരൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എല്ലാവരും കഴിച്ചു. പിന്നെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ മോളുടെ ഒരു കലാവിരുതാണ്. മുഖത്ത് അവൾ എന്തൊക്കെയോ വാരി പൊത്തുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ചെയ്യണത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊന്ന് വീട് വരെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ചടയെന്ന് വീട്ടിൽ പോയി. അവിടെ ചെന്ന് വീട്ടിൽ ഉമ്മായും പാപ്പായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീടിൻ്റെ അകത്ത് കയറി കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മായി വന്നു കേട്ടോ. അമ്മായി വന്ന് കുറച്ച് നേരം അവരൊക്കെ അവിടെ ഇരുന്ന് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞാനൊന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നാത്തൂനും ഭയങ്കര സംസാരം. അപ്പോൾ ആ തക്ക നോക്കി ഞാനൊന്ന് പയ്യെ ക്യാമറ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ടോ, ഈ ചെടി കണ്ടോ, ഇത് ഉമ്മാടെ വക ഒരു മല്ലിയില കേട്ടോ.
അപ്പോൾ ഉമ്മ സ്ഥിരം ബീഫിലും ചിക്കനിലൊക്കെ ഇടുന്ന ഒരു തരം ഇലയാണ്. ഭയങ്കര സ്വാദാട്ടോ ഇത് ബീഫിലൊക്കെ ഇടുമ്പോൾ. അതുപോലെ സാമ്പാറിലും ഇടും. പിന്നെ ഉമ്മയുടെ വക കുറേ മുളക് തൈയൊക്കെ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ ഉമ്മാക്ക് നാണായി. അതുകൊണ്ട് ഉമ്മ വേഗം ഓടിപ്പോയതാട്ടോ അത്. അപ്പോൾ ഉമ്മ ഇവിടെ മഞ്ഞളൊക്കെ പൊടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർഷിക കുടുംബമാട്ടോ എൻ്റേത്. അപ്പോൾ അവിടെ കുറേ പറമ്പിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉമ്മ ഉണക്കാനായിട്ട് ഇങ്ങനെ വച്ചേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്തെടുത്തു. അങ്ങനെ വീട്ടിൽ കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളത്തിൽ നല്ല നാടൻ ബ്രാലിട്ടിട്ടുണ്ട്. ഈ മീനിട്ടപ്പോൾ എനിക്കൊരു പണി പറ്റി. ഞാൻ 600 മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടതാട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടോയെന്ന് വരെ എനിക്ക് ഭയങ്കര സംശയമാണ്. അപ്പോൾ എൻ്റെ ബാക്കി മീൻ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി എന്ന് എനിക്ക് ഒരു പിടിയില്ല. പാമ്പ് കൊണ്ടുപോയോ, ഇനി ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ, ആമ കൊണ്ടുപോയോ, അങ്ങനെയൊക്കെ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. അപ്പോൾ എൻ്റെ കുളത്തിലെ മീനിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പയ്യെ ഇടാം കേട്ടോ. ഇതിൽ ഞാനും ഷെയർ കൂടി ഇട്ടേക്കണ ഒരു മീനായതുകൊണ്ട് എനിക്കിത് ഓരോ മീനും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ഒക്കെയാണ്. ഇതിൽ ഞാൻ 3-4 മാസം മുമ്പ് ഇട്ടതാ മീനാട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അതേവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.